അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പരിശുദ്ധമായ റമളാന്റെ ബറക്കത്ത് കൊണ്ട്, ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് കൊണ്ട്, ബദ്രീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ അമാലുകൾ മുഴുവനും സ്വീകരിക്കുമാറാവട്ടെ. അവരെയൊക്കെ നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ 15 കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഓടിയെത്തുന്നത് ബദരീങ്ങളെ സംബന്ധിച്ചാണ്. റമദാൻ 17 എല്ലാ നാടുകളിലും ബദരീങ്ങളെ സംബന്ധിച്ചുള്ള അനുസ്മരണങ്ങളും അവരുടെ പേരിൽ ഭക്ഷണം വെക്കുകയും അവരുടെ മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ അരോസരമുണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ബദരീങ്ങൾ എന്താണെന്നോ, അവരുടെ സ്ഥാനമാനങ്ങൾ എന്താണെന്നോ, അവരുടെ ബഹുമാനങ്ങൾ എന്താണെന്നോ, അവരൊക്കെ മരിച്ചുപോയില്ലേ, പിന്നെന്തിനാ അവരെ പിന്നാലെ കൂടുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന അല്പന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ബദരീങ്ങളെ പറ്റി പറഞ്ഞത്? ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ആരും പറയാത്തതിന് എത്രയോ അപ്പുറം നിന്നുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ സംബന്ധിച്ച്, അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ധർമ്മസമരം ചെയ്ത് ഷഹീദായവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ചെറിയൊരു ഒരു വചനമല്ല, ചെറിയൊരു സംസാരമല്ല, വളരെ വലിയ സ്ഥാനം അർഹിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ അൽ ബഖറ സൂറത്തിലൂടെയും ആല ഇമ്രാൻ സൂറത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ആയത്ത് മതി ആരാണ് ബദരീങ്ങളെന്ന് മനസ്സിലാക്കാൻ. എമ്പാടും ഇത് മതി. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാൻ പോകുന്ന ആയത്തിന്റെ തഫ്സീറിൽ വളരെ വിശദമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. വളരെ വ്യക്തമാണ്, വളരെ സുതാര്യമായി, ലളിതമായി അല്ലാഹു തആല ബദരീങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. വലാ തഖൂലു, നിങ്ങൾ പറഞ്ഞു പോകരുത്, നിങ്ങൾ പറയരുത്, ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടവർ അഥവാ ഷഹീദന്മാരെ സംബന്ധിച്ച് നിങ്ങൾ പറയരുത് അംവാത്തുൻ, അവര് മരിച്ചവരാണ് എന്ന് പറയരുത്. ഇന്നത്തെ നമ്മുടെ ഇടയിലുള്ള ചില വ്യക്തികൾ പറയുന്നത് അവർ മരിച്ചുപോയില്ലേ, മരിച്ച ആൾക്കാരോട് ചോദിക്കാൻ പറ്റുമോ, മരിച്ച ആൾക്കാരെ വിളിക്കാൻ പറ്റുമോ, അവരെ പറ്റി എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് അവര് പറയുന്നെങ്കിൽ അവരോടായി താക്കീതായി അല്ലാഹ് പറയുന്നു, അംവാത്തുൻ, മരിച്ചവരെന്ന് നിങ്ങൾ പറയരുത്, ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണെന്നേ, മരിച്ചവരെല്ലാം അള്ളാഹുവാണ് പറയുന്നത്. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷേ വലാകിൻ ലാ തശ്ഉറൂൻ, നിങ്ങൾക്കറിയാൻ കഴിയില്ല അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ലോകം എങ്ങനെയാണ്, അവർ എവിടെയാണുള്ളത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഭൂമിയുടെ പുറത്താണ്, അവർ ഭൂമിയുടെ മറുഭാഗത്താണ്. മറുഭാഗത്തെന്ന് പറഞ്ഞാൽ അവർ ഉള്ളിലാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ. പക്ഷേ അവർ അഹ്യാ ആണെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചവരെന്ന് അവരെ പറ്റി പറയല്ലേ അല്ലാഹ് പറയുന്നു. ഇനി സൂറത്തു ആല ഇമ്രാനിൽ പറഞ്ഞത് കുറച്ചുകൂടി ഗൗരവത്തിലാ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, ഈ പറയപ്പെട്ട ഷഹീദന്മാരെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിക്കരുത്, മുമ്പ് പറയരുത് എന്നാ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിൽ പോലും അങ്ങനെ വിചാരിക്കരുത്. എങ്ങനെ? അംവാതൻ, മരിച്ചവരാണ്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്,
അവരുടെ റബ്ബിന്റെ അടുക്കൽ എല്ലാ സംവിധാനത്തോടുകൂടെയും, ഭക്ഷണമാണോ, പാനീയമാണോ, സുഖമാണോ, സൗകര്യമാണോ, ഏതെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല കൊടുത്തുകൊണ്ട് അവരെ സുഖിപ്പിക്കുകയാണ്. അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവർക്ക് അല്ലാഹു എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ മരിച്ചവരെന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കരുത്. അവർ മരിച്ചവരല്ല, മറിച്ച് അഹ്യ ആണ്. 2 ആയത്തിലുമുള്ളത് ബൽ അഹ്യാഉൻ, ബൽ അഹ്യാഉൻ. ഈ ബല്ലിട്ടതിന്റെ പ്രത്യേകത എന്താ? മുമ്പുള്ള വിഷയത്തെ സംബന്ധിച്ച് തെന്നിമാറി ശേഷമുള്ളതാണ് പ്രാമുഖ്യം. മുമ്പുള്ളത് എന്താണ്? നിങ്ങൾ മരിച്ചവരെന്ന് പറയരുത്, മരിച്ചവരെന്ന് വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ, അല്ല, അങ്ങനെയല്ല, അവർ അഹ്യ ആണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ജലാലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്, നമ്മോട് പറയുകയാണ്. പിന്നെന്തിന് നമുക്ക് ആശങ്കപ്പെടണം? പിന്നെന്തിന് നമുക്കൊരു സൂഉല്ലന്നെ വെച്ചുണ്ടാക്കണം? ഒരു തെറ്റിദ്ധാരണ എന്തിനാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? ബദരീകളെ സംബന്ധിച്ച് അന്ന് ആ ബദറുടെ ധർമ്മസമരം വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് നമ്മൾ ആരെങ്കിലും ഇവിടെ കാണുമോ? അത്രമാത്രം പരിശുദ്ധമായ റമദാനിൽ കഠോരമായ വെയിലിൽ നിന്നുകൊണ്ട്, ചൂടിൽ നിന്നുകൊണ്ട് വേണ്ട പോലെ കഴിക്കാൻ ഭക്ഷണമില്ല, വേണ്ട പോലെ സമരം നടത്താനുള്ള ആയുധങ്ങളില്ല. അവരുടെ ആകെയുള്ള ആയുധം പരിശുദ്ധമായ ഈമാനായിരുന്നു. ആ ഈമാനോടുകൂടെയാണ്, കറകളഞ്ഞ വിശ്വാസത്തോടുകൂടെയാണ് ബദർ രണാങ്കണത്തിലേക്ക് അവർ ഇറങ്ങിയതും അവർ വിജയത്തിന്റെ കൊടി പാറിപ്പിച്ചതും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ബദരീങ്ങളെ സംബന്ധിച്ച് നാം ഒരു അനാവശ്യമായ വാക്കുകളോ പ്രവർത്തികളോ ധാരണകളോ പാടില്ല. അവരൊക്കെ ഉന്നതന്മാരാണ്, വലിയ സ്ഥാനത്തുള്ളവരാണ്, അവരൊക്കെ അഹ്യാ ആണ് ഇൻദ റബ്ബിഹിം യുർസഖൂന എന്നൊക്കെ ഉള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മുടെ പ്രവൃത്തി പദത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അവരുടെ മദ്ഹ് പറയണം. അവരുടെ അള്ളാഹു അവരുടെ മദ്ഹ് എത്രയാ പറഞ്ഞത്? നമ്മൾ പറയുമ്പോൾ മാത്രം ശിർക്കാവും, അള്ളാഹ് പറയുമ്പോഴോ? ഇങ്ങനെയുള്ള മദ്ഹ് ചെറിയ കാര്യമാണോ ഇത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരില്ലെങ്കിൽ നമ്മളില്ല, അവരുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ആ ഒരു വിശ്വാസവും ആ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.